നടിപ്പിൻ നായകൻ സൂര്യയുടെ ഒരു തിരിച്ചുവരവ് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു കാർത്തിക് സുബ്രാജ് ഡയറക്ട് ചെയ്ത റെട്രോ. ഈ സിനിമ തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു സിനിമയൊന്നും ആയിരുന്നില്ല. പക്ഷെ OTT ഇറങ്ങി, ഞാൻ തിയേറ്ററിൽ കണ്ടില്ല, OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ഇതിലെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിലെ സൂര്യയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടായിരുന്നു. ഒരു സൂര്യ ഫാനിന് ഒരു സൂര്യ ഫാൻസ് ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനൊരു സൂര്യ ഫാൻ ഒന്നുമല്ല, പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നായകൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഏരിയ. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകനും നായികയും തമ്മിലുള്ള പ്രണയവും, ആ പ്രണയത്തിന് വേണ്ടി അയാൾ ജയിലിൽ പോകേണ്ടി വരുന്നു. അതിനുശേഷം ഇയാൾ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ഒരു ചെറിയ മിത്തും കാര്യങ്ങളും, ഒരു ഒരു രക്ഷകൻ ടൈപ്പ് റൂള് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ മേക്കിംഗ് വൈസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സിനിമ. അതുപോലെ മ്യൂസിക്, സന്തോഷ് നാരായണന്റെ മ്യൂസിക്, എനിക്ക് സന്തോഷ് നാരായണന്റെ മ്യൂസിക് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, പക്ഷെ ഇതിലെ മ്യൂസിക് വേറെ ലെവലായിരുന്നു. വേറെ ലെവലിൽ തന്നെ ചെയ്തിരിക്കുന്ന മ്യൂസിക്കും കാര്യങ്ങളും. പിന്നെ ക്ലൈമാക്സ് സീനിലെ ഒരു ചിരി, ആ ചിരി എല്ലാവരും ട്രോൾ ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ ആ ചിരി ആ സമയത്ത് ഇപ്പോൾ OTT കണ്ടുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ തിയേറ്ററിൽ കണ്ടവർക്ക് ആർക്കും അത് സഹിച്ചിരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അത് ഭയങ്കര നെഗറ്റീവ് വന്നിരുന്ന ഒരു സീനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന സീൻ, ടൈലൻ്റായിട്ട് കാണിച്ചിരുന്ന സീൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ആ ചിരി എന്തിനായിരുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സീൻ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് ഒരു നോർമൽ ഒരു സിനിമയായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ലാഗും, കുറേ ഫാൻറ്റസി വേൾഡായി പോയി എന്ന് തോന്നി. ആ ഒരു മൂഡ് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ഡീസൻറ്റ് സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായി, ഇഷ്ടപ്പെടാത്തവരുണ്ടായി. സൂര്യ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. കണ്ടത്.